തിരൂരിനെ ആവേശത്തിലാക്കി കൈരളി ടി.വി. തിരൂർ കാർണിവൽ തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിധു പ്രതാപ്, മഞ്ചരി തുടങ്ങി മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരന്മാരാണ് വേദിയിലെത്തിയത്. തിരൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ആഘോഷരാവിന് ആയിരങ്ങൾ ഒഴുകിയെത്തി. നൃത്തവും സംഗീതവും ഹാസ്യവും മാപ്പിളപ്പാട്ടുമെല്ലാം ചേർന്ന് ആവേശം നിറഞ്ഞ മണിക്കൂറുകൾ. വിധു പ്രതാപും മഞ്ചരിയും വേദിയിലെത്തിയപ്പോൾ ആവേശം വാനോളമുയർന്നു. സിന്ധു പ്രേംകുമാർ പട്ടുറുമാലിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന കണ്ണൂർ മമ്മാലി, ഫാത്തിമത്തുൽ ഫിദായ, അമാനി, മുഹമ്മദ് ഷഹീർ തുടങ്ങിയവരും മേധാ മെഹറും സദസ്സിനെ ഇളക്കിമറിച്ചു. പൊട്ടിച്ചിരിപ്പിച്ച് സാജു നവോദയ, നസീർ സംക്രാന്തി ടീമിന്റെ ഹാസ്യവിരുന്ന്. ഇവിടെ ഞാൻ സദ്യ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്, സദ്യ വിളമ്പിട്ടേ ഞാൻ പോകും, അത് ഉറപ്പാണ്. അങ്ങനെ മാത്രമല്ല, ഇവിടെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം. എന്റെ മോളുടെ കല്യാണം, ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. കാർണിവൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സത്യത്തെ ഉയർത്തിപ്പിടിച്ചു പ്രവർത്തിക്കാനായതാണ് കൈരളിയുടെ നേട്ടമെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 25 വർഷമായി കേരള ജനതയുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന കൈരളി സത്യസന്ധമായ പത്രപ്രവർത്തനത്തിൻ്റെ വലിയൊരു മാതൃകയാണ്. കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ ശക്തമായ എതിർപ്പിൽ സത്യത്തെ ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുന്ന മാധ്യമം എന്നുള്ള രീതിയിൽ പൊതുസമൂഹത്തിന് എന്നും അംഗീകാരം നേടാൻ സത്യസന്ധമായ വാർത്തകളിലൂടെ കൈരളി കഴിഞ്ഞിട്ടുണ്ട്. പരിപാടി മെയ് 1 സംപ്രേഷണം ചെയ്യുമെന്ന് ജനറൽ മാനേജർ ബി സുനിൽ അറിയിച്ചു. നിങ്ങൾക്കെല്ലാം കൈരളി ടി.വിയിലൂടെ മെയ് 1 ലോക തൊഴിലാളി ദിനത്തിന് ഈ പരിപാടി ടെലിവിഷനിലൂടെ കാണാനും കഴിയുന്നതാണ്. സ്വാഗത സംഘം കൺവീനർ ഗഫൂർ പി ലില്ലീസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കാർണിവൽ സ്പോൺസർമാരെ ആദരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ടി ഷാജി, ഇ ജയൻ, ബഷീർ കൂട്ടായി, കൈരളി ടി.വി. പ്രതിനിധികൾ പി വി കുട്ടൻ, എ കെ ബൈജു, അമൃത സോഹൻ, സുനിൽ മേനോൻ, ജയശങ്കർ, ജിഗീഷ് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, മലപ്പുറം.